ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ല ഒരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ വീണ്ടും കൊണ്ടുവന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചർ എന്ന ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇസ്രായേൽ ദേശത്തിൽ അനേക രാജാക്കന്മാർ ദേശത്തെ വാണു. എന്നാൽ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ് യഹോവ ഭക്തനായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു, ദൈവത്തോട് ചോദിക്കാതൊന്നും ചെയ്യാത്തവൻ. ദൈവത്തിൽ നിന്ന് അനേക നല്ല കാര്യങ്ങൾ അവൻ പഠിച്ചു. എന്നാൽ തനിക്ക് ശത്രുക്കൾ ധാരാളമുണ്ട്. ആ ശത്രുക്കളുടെ മുമ്പിലൊന്നും താൻ കലങ്ങിയില്ല, പ്രയാസപ്പെട്ടില്ല. ഭാരങ്ങളും സങ്കടങ്ങളും എല്ലാം ദൈവത്തോട് മാത്രം വന്ന് പറയും. തൻ്റെ പൂർവ്വപിതാവായ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് രാജ്യത്തെ ഭരിക്കുന്ന കാലത്ത് താൻ ഒരു സങ്കീർത്തനത്തിൽ കൂടെ ഒരു വാചകം എഴുതി, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് തൻ്റെ സങ്കടത്തിൽ ദൈവം അവനോട് അരുളി ചെയ്ത വചനം സങ്കീർത്തനങ്ങളിൽ താൻ വ്യക്തമായി അത് കുറിക്കുകയുണ്ടായി. അത് വായിക്കുന്തോറും ഹിസ്കിയാവിന് അതിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ നമ്മെ പരിഹസിക്കുമ്പോൾ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ ഇല്ലായ്മകളെയും എടുത്തു കാട്ടിക്കൊണ്ട് മറ്റുള്ളവർ കേൾക്കെ നമ്മുടെ ഭാഷയിൽ നമ്മുടെ കുഞ്ഞുകുട്ടികളും കുടുംബങ്ങളും ഒക്കെ കേൾക്കെ പരിഹസിക്കുമ്പോൾ, ഒരു രാജസ്ഥാനത്ത് കിരീടം വെച്ചും കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുവാൻ ലജ്ജിക്കത്തക്ക രീതിയിൽ നിൻ്റെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ പരിഹസിച്ച് അപഹസിച്ച് നിന്ദിതനാക്കുമ്പോൾ, അവന് ദൈവം കൊടുത്ത ആലോചന മിണ്ടരുത്, സംസാരിച്ചു പോകരുത്. കാരണം അതിനുത്തരം കൊടുക്കുന്നവൻ ദൈവമാണ്. എന്നാൽ ഹിസ്കിയ രാജാവ് ഈ സങ്കടങ്ങളെല്ലാം പ്രവാചകനായ യെശയ്യാവിനോട് പറഞ്ഞു. താൻ പറയുന്നതായ വാചകം നമുക്ക് തന്നെ സങ്കടം കേൾക്കും, സങ്കടമായി പോകും. യെശയ്യാ പ്രവചനം 37 അധ്യായത്തിൻ്റെ 3 വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ അടുത്ത് ഹിസ്കിയാവ് ഒരു സന്ദേശം അയച്ചു. പറയുകയാണ്, ഇത് കഷ്ടവും ശാസനയും നിന്ദയും ഉള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ലാത്ത ഒരു കൂട്ടം ജനം. ആ ജനത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്ദയും പരിഹാസവും ഉണ്ട്. എങ്കിലും സ്വയമായി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ, ജയാളികളെ സൃഷ്ടിക്കുവാൻ ശക്തിയില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ, അവരെ നടത്തുന്ന ആ നടത്തിപ്പിന് ഒരു പ്രത്യേക കൃപ, അങ്ങനെയുള്ള ഒരു കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു കൃപ, ഒരു ഭാര്യയോ ഭർത്താവിനെയോ കുഞ്ഞുങ്ങളെയോ അവരുടെ മുൻപിൽ ഒരു നായകത്വം വഹിക്കുവാൻ സ്വയമായി കഴിവില്ലാത്തതായ ഒരു കുടുംബത്തെ നയിക്കുവാനുള്ളതായ ഒരു കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതിന് ദൈവസന്നിധിയിൽ നമ്മൾ മൗനമായിരിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മുഖത്ത് എങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ജയത്തോടെ നിൽക്കാം ദൈവം പഠിപ്പിക്കുകയാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നോക്കൂ, യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിന് ഒരു സന്ദേശം അയച്ചു. ഹിസ്കിയാവേ, രാജാവേ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ശത്രുവിന് ഒരു മനോവിഭ്രമം ദൈവം വരുത്തും. അവൻ്റെ സ്വദേശത്തേക്ക് ഓടിപ്പോകും. ആ ഓട്ടം തിരിച്ചു വരാത്തുള്ള ഓട്ടമായിരിക്കും. പക്ഷെങ്കിൽ ഹിസ്കിയ രാജാവിന് വളരെ സന്തോഷിക്കേണ്ടതായ ഒരു വാർത്തയാണ്. ദൈവം കൊടുക്കുന്ന ആലോചനയാണ്, പ്രവാചകൻ പറഞ്ഞ വാക്കാണ്. അത് കേട്ടുടനെ കൈയടിച്ച് ആത്മാവിലായി സന്തോഷിച്ച് ദേശത്തെല്ലാം ഒരു ഘോഷം പുറപ്പെടുവിക്കേണ്ടവനാണ്. ഹിസ്കിയാവ് അത് ചെയ്തില്ല. ദൈവത്തിൻ്റെ ആത്മാവീയ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വചനം യെശയ്യാ പ്രവചനം 37 അധ്യായത്തിൻ്റെ 14 വാക്യം. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ വെച്ച് അത് വിടർത്തി. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയ രാജാവിൻ്റെ കയ്യിൽ 2 സന്ദേശമുണ്ട്, 2 കത്തുകളുണ്ട്. ഒന്ന്, അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നുള്ളതായ ഭീഷണി, നിന്നെ കൊന്നുകളയും, നിന്നെ മുടിച്ചു കളയും, നിന്നെ ദേശത്തെ നിർമൂലമാക്കും, നിന്നെ ഞാൻ നാളെ ഇല്ലാത്ത അല്ലെങ്കിൽ നിന്നെ ഇന്നുകൊണ്ട് ഞാൻ കശാപ്പ് ചെയ്യും
എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ ബലഹീനതകളെ എടുത്തു കാട്ടിക്കൊണ്ട്, ഇല്ലായ്മകളെ എടുത്തി കാട്ടിക്കൊണ്ട് അപമാനിക്കുന്ന ഒരു കത്ത്. അതിനുശേഷം അതിന് മറുപടിയായി പ്രവാചകനായ യെശയ്യാവ് കൊടുക്കുന്നതായ ഒരു അനുഗ്രഹത്തിൻ്റെ കത്ത്. 1 ശാപം, 2 അനുഗ്രഹം, സംരക്ഷണം. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ മുൻപിൽ ഹിസ്കിയാ രാജാവ് കലങ്ങിയില്ല, കുലുങ്ങിയില്ല. രണ്ടും, അനുഗ്രഹവും ശാപവും അനുഗ്രഹവും താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവിടെ രണ്ട് നിവർത്തി വിടർത്തി വായിച്ചു. ഒരു ഭാഗത്ത്, ദൈവമേ, എന്നോട് ശത്രുക്കൾ പറയുന്നു, നിന്നെ ഞാൻ നിഷ്കരിച്ചു കളയും. മറുഭാഗത്ത് എന്നോട് നിൻ്റെ ആലോചനയായി പ്രവാചകൻ പറയുന്നു, എൻ്റെ ശത്രുക്കളെ നീ സംഹരിക്കും, ഞാൻ മിണ്ടാതിരുന്നാൽ മതിയെന്ന് നീ എന്നോട് പറയുന്നു. ഞാൻ എൻ്റെ കഷ്ടതയിൽ, എൻ്റെ നിന്ദയിൽ, അപമാനത്തിൽ കർത്താവേ മൗനമായിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അതേ അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ, അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോയി, ഈ നഗരത്തിലേക്ക് പിന്നെ വന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ചെയ്യുന്ന അങ്ങനത്തെ പ്രവൃത്തികളാണ് മൗനമായിരിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ. ശത്രുക്കൾ നിൻ്റെ മുൻപിൽ വന്ന് നിനക്ക് വിരോധമായി, അല്ലെങ്കിൽ നിന്നോടുള്ളതായ വിരോധികൾ, നിന്നെ അന്യായമായി പീഡിപ്പിക്കുന്നവർ, അപമാനിക്കുന്നവർ, പരിഹസിക്കുന്നവർ, നിന്നോട് ഭീഷണി മുഴക്കി നിന്നെക്കുറിച്ച് വളരെ അയോഗ്യമായി നിൻ്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച്, ഭാര്യയുടെ മുൻപിൽ വെച്ച്, ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച്, സഹോദരങ്ങളുടെ മുൻപിൽ വെച്ച്, നിന്നെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ദേശക്കാരുടെ മുൻപിൽ വെച്ച് മതിലിന്മേൽ കയറി നിന്നെ അപമാനിക്കുമ്പോൾ മൗനമായിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് കൽപ്പിക്കുന്നു. നീ മിണ്ടാതിരുന്ന് ഞാൻ യഹോവയെന്നറിഞ്ഞുകൊള്ളുക. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ഒരുവനിൽ കൂടെ ഒരു ആലോചന തരുമ്പോൾ അതിൽ അകമഴിഞ്ഞ് സന്തോഷിക്കുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യത്തിൽ ശലോമോൻ ഒരു കാര്യം എഴുതി, അധികാലത്ത് എഴുന്നേറ്റ് നിൻ്റെ ശത്രുവിനെ നീ ഉച്ചത്തിൽ അനുഗ്രഹിക്കരുത്, ആ അനുഗ്രഹം നിനക്ക് ശാപമായി കണക്കിടും. ഇതെല്ലാം ഹിസ്കിയാവിന് അറിയാം. യെസ്, ശത്രുവിനെ ശപിക്കാനും അനുഗ്രഹിക്കാനും ഒന്നും ഹിസ്കിയാവ് പോയില്ല. അനുഗ്രഹവും ശാപവും എല്ലാം തൻ്റെ മുൻപിലുള്ളതായ ആലോചനകൾ, രണ്ടും ഭീഷണിയുമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ആ കത്തുകളൊക്കെ ദൈവസന്നിധിയിൽ വിടർത്തി ദൈവത്തോട് അപേക്ഷിച്ചു. അവൻ്റെ പരമാർത്ഥതയെ ദൈവം കണ്ടു. നിൻ്റെ പ്രതിസന്ധികളുടെ മുഖത്ത്, വേദനയുടെ ഭാഗത്ത്, അപമാനത്തിൻ്റെ ഭാഗത്ത് നീ മൗനമായിരുന്ന ദൈവസന്നിധിയിൽ ആ വിഷയം വയ്ക്കുമെങ്കിൽ, ദുഃഖം മാത്രമല്ല, സങ്കടങ്ങൾ മാത്രമല്ല, നിന്നോട് പറയുന്നതായ അനുകൂലങ്ങളും നിനക്ക് തരുന്നതായ അനുഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വിടർത്തി വായിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ നിൻ്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക, അവൻ അത് നിർവഹിക്കും, നീയായിട്ട് നിർവഹിക്കാൻ പോകരുത്. ദൈവസന്നിധിയിൽ താഴുമ്പോൾ ദൈവം നിൻ്റെ ഭാരങ്ങളെ ഏറ്റെടുക്കും. നിൻ്റെ കഷ്ടങ്ങളും സങ്കടങ്ങളും ദൈവസന്നിധിയിൽ വന്ന് പറയുക. മനുഷ്യരുടെ മുൻപിൽ പറയുമ്പോൾ അതിന് പരിമിതമായിട്ടുള്ളതായ മറുപടികളെ കിട്ടത്തുള്ളൂ. കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസങ്ങൾ നിൻ്റെ മുൻപിൽ കൂടെ കടന്നു പോകുമ്പോൾ, നിൻ്റെ ദിവസങ്ങൾ നീ മൗനമായി ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങളെ ദൈവസന്നിധിയിൽ നീതിയായി കണക്കിട്ടുകൊണ്ട് അനേകരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദിവസം നിൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. അങ്ങനെയുള്ളൊരു അനുഭവം നമ്മുടെ കുടുംബത്തിലും തലമുറകളിലും വരുവാൻ, നാം ഒക്കെയും അത് ഗ്രഹിച്ചും കൊണ്ട് ദൈവസന്നിധിയിൽ മൗനമായിരിക്കുന്നതായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ ദൈവകൃപ നമ്മളിൽ മേൽ ഈ പ്രഭാതത്തിൽ പകരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.